ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3D-Box ടൂളും പിന്നെ സ്പൈറൽ ടൂളുമാണ്. ഒരു ബേസിക് 3D-Box ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് 3D-Box ടൂൾ. അതേപോലെ തന്നെ സർപ്പിളാകൃതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് സ്പൈറൽ ടൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 3D-Box ടൂളിൽ നിന്ന് തുടങ്ങാം. പോളിഗൺ ടൂളിൻ്റെ താഴെയായിട്ട് ഒരു ബോക്സിൻ്റെ ചിഹ്നമുള്ള ഒരു ടൂളുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അതാണ് നമ്മുടെ 3D-Box ടൂൾ. ഓക്കെ, എന്നിട്ട് ക്യാൻവാസിലേക്ക് വരിക. ക്യാൻവാസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ കഴ്സർ മാറിയതായിട്ട് മനസ്സിലാവും. അവിടെ ഒരു ക്രോസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു 3D-Boxൻ്റെ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മൗസിൻ്റെ കഴ്സർ ഞാനിവിടെ കൊണ്ടുവന്നു. എന്നിട്ട് മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കുന്നു. ഇതാ നമ്മുടെ 3D-Box ക്യാൻവാസിൽ തെളിഞ്ഞു വന്ന് നമുക്ക് കാണാം. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് കുറേ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചതുരാകൃതിയിലുള്ള ഹാൻഡിലുണ്ട്. ഇതാണ് വാനിഷിംഗ് പോയിന്റ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്കിത് ഡയമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹാൻഡിൽസ് കാണാം. ഇത് നമ്മുടെ എന്താണ് നമ്മുടെ ബോക്സിൻ്റെ ഉയരവും വീതിയും ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഈ ഹാൻഡിൽസ്. കണ്ടില്ലേ? ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ക്രോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ബോക്സ് അതനുസരിച്ച് മാറുന്ന മനസ്സിലാവും. കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കുകയാണെങ്കിൽ നമുക്ക്, അതായത് മൗസിലെ ഇടത്തെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കിയാൽ നമ്മുടെ എന്താണ് ബോക്സ് ക്യാൻവാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാണാം. മറ്റൊരു കാര്യം ഓർക്കുക, ഈ വാനിഷിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ക്യാൻവാസിൽ മൂവ് ചെയ്യുന്നത്. കണ്ടല്ലേ? ഓക്കെ, കണ്ടോ? ഇതോടൊപ്പം തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാം ഒരു വശത്തേക്ക് മാത്രമാണ് നമ്മുടെ ബോക്സ് നീങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ വാനിഷിംഗ് പോയിന്റുകളുടെ പേരെന്താണ്? ഇപ്പം ഇത് വരുന്നത് എക്സ് എന്ന് വിളിക്കാം നമുക്കിതിനെ. നമ്മുടെ രണ്ടാമത്തത് ഇസഡ് എന്ന് വിളിക്കാം. ഇതല്ലാതെ തന്നെ വൈ ആയിട്ടുള്ളതുകൊണ്ട്. ഇപ്പം വൈ വന്നിട്ട് അവിടെ രൂപപ്പെടുന്നില്ല, കാരണം നമ്മൾ കണ്ടില്ലേ ഈ രണ്ട് ലൈൻസ് ഒന്ന് കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. ഇതേപോലെ തന്നെ ഇവിടുന്ന് 2 ലൈൻസ് പോയിട്ടുണ്ട്, ഇവിടുന്ന് 2 ലൈൻസ് പോയിട്ടുണ്ട്. ഈ 2 ലൈൻസ് കൂട്ടിമുട്ടുന്നതാണ് നമ്മുടെ വാനിഷിംഗ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഇതിൽ മുകളിലോട്ട് 2 ലൈൻസ് പോകുന്നുണ്ട്, പക്ഷേ അത് കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാനിഷിംഗ് പോയിന്റ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടാത്തത്. അതേസമയം ആ പോയിന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആംഗിൾ വൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അവിടെ ആയിട്ട് 2 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. അതായത് 2 ലൈൻസ് ഉണ്ട്. ചിലപ്പോൾ ചിലവർ പറഞ്ഞേക്കാം അത് പോസ് ബട്ടണാണെന്ന് പറഞ്ഞേക്കാം. അത് പോസ് ബട്ടൺ അല്ല. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ വൈ എന്ന വാനിഷിംഗ് പോയിന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വൈ എന്ന് പറയുന്ന വാനിഷിംഗ് പോയിന്റ്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത് 3 കൂടി ഉപയോഗിച്ചിട്ട് നമുക്കതനുസരിച്ച് നമ്മുടെ ചതുരത്തിന് മാറ്റം കൊണ്ടുവരാവുന്നതാണ്. ചതുരമല്ല, സോറി, പറഞ്ഞു പോയതാണ്. നമ്മുടെ 3D-Boxന് മാറ്റം കൊണ്ടുവരാവുന്നതാണ്. കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം സാധാരണ ഇതിൽ ഈ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിനകത്ത് 3 ഡ്രോയിങ് ആണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. അതായത് 1 പോയിന്റ് പെർസ്പെക്റ്റീവ്, പിന്നെ 2 പോയിന്റ് പെർസ്പെക്റ്റീവ്, പിന്നെ 3 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഇപ്പം നമ്മളിരിക്കുന്നത് 3 പോയിന്റ് പെർസ്പെക്റ്റീവിലാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ടിരുന്നത്, അതായത് എക്സും ഇസഡും കണ്ടിരുന്നത് എന്താണ്? അത് 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഇനി നമുക്ക് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ് വരണമെന്നുണ്ടെങ്കിൽ ആംഗിൾ ആംഗിൾ വൈയും ആംഗിൾ ഇസഡും നമുക്ക് ഈ വാനിഷിംഗ് ലൈന് പാരലാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ഈ പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വാല്യൂസ് നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിത് 0 ഇടാണ്. കണ്ടല്ലേ? ഇത് 0 ഇട്ടു. ആംഗിൾ വൈ വന്നിട്ട് 270 ഇടാം. അപ്പോൾ ഇത് ലംബമായിരിക്കും. കണ്ടല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കണ്ടല്ലേ? നല്ല കിടിലനായിട്ട് നമുക്ക് 1 പോയിന്റ് പെർസ്പെക്റ്റീവിലുള്ള ഡ്രോയിങ് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് വേറെ എങ്ങോട്ടൊക്കെ പോയി സാരമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 1 പോയിന്റ് പെർസ്പെക്റ്റീവ്. 2 പോയിന്റ് ആണോന്നുണ്ടെങ്കിൽ ഒരു പാരലൽ ലൈന് ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പം 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ആയതാണ്. നമ്മൾ 3 പോയിന്റ് പെർസ്പെക്റ്റീവും കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഐസോമെട്രിക് ആയിട്ടുള്ള ഡ്രോയിങ് ആക്കാൻ പറ്റും. അതിനുവേണ്ടി എല്ലാം പാരലൽ ലൈൻസ് അങ്ങ് ആക്കുക. അപ്പോൾ വാനിഷിംഗ് പോയിന്റ് അങ്ങ് മറിഞ്ഞു പോകും. പകരം ഈ ലൈൻസുകളൊന്നും കൂട്ടിമുട്ടില്ല. ഇതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അത് പൊക്കോട്ടെ, സാരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഐസോമെട്രിക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഐസോമെട്രിക് ഡ്രോയിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആംഗിൾ എക്സ് വന്നിട്ട് 210 ആക്കുക, ആംഗിൾ വൈ വന്നിട്ട് 270 ആക്കുക, ആംഗിൾ ഇസഡ് വന്നിട്ട് 330 ആക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസോമെട്രിക് ഡ്രോയിങ് നമുക്ക് കിട്ടിയത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കത് ഈ ഒരു വെക്കാം. നല്ല ഒന്നാം തരം ഒരു ഐസോമെട്രിക് 3D-Box നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇനി ഈ വശങ്ങൾക്കെല്ലാം നമുക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇതൊരു ബേസിക് ഒരു എന്താണ് ആർക്കിടെക്ചർ ഡിസൈനിങ് അങ്ങനെ ഒരു ആർക്കിടെക്ചർ ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ അങ്ങനെ പെർസ്പെക്റ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്ങിനൊക്കെ സഹായിക്കാവുന്ന ഒരു ടൂൾ മാത്രമാണ്. ഇതൊരു വലിയ 3D കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ബ്ലെൻഡറിൽ കാണുന്ന പോലുള്ള 3D മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. ഈ 3 പോയിന്റുകൾ, അതായത് ഈ എക്സ് വൈ ഇസഡ് എന്ന് ഇവയെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അത്രമാത്രം എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ഒരു കാര്യം, ഇത് വന്നിട്ട് സാധാരണ രീതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് കുറേ പാത്ത് എന്ന് പറയാം, കുറേ പാത്തുകൾ ചേർന്നൊരു ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ പാത്തുകൾക്ക് നമുക്ക് ഓരോ നിറം കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വശങ്ങൾക്ക് ഓരോ നിറം കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് എന്ത് ചെയ്യണം പറ്റുമെന്ന് പറഞ്ഞാൽ സെലക്ടർ ടൂൾ എടുക്കുക, കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓരോ പാത്തുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പാത്തിൻ്റെ അടിയിലും ഒരു പാത്ത് ഉണ്ടെന്നുള്ളതാണ് സത്യം. അത് ഈ പാത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പാത്തുകളെല്ലാം എടുത്തു മാറ്റിയാണ്. എടുത്തു മാറ്റുമ്പോൾ നമുക്ക് വശങ്ങൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ അതേ ഉള്ളൂ. കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്യാം, നമുക്ക് അൺഡു ചെയ്യാം. കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്തു, അൺഡു ചെയ്തു. ഇപ്പം നമ്മൾ ഈ ഒരു പാത്ത് സെലക്ട് ചെയ്തു ശേഷം നമുക്ക് പാത്തെന്ന് പറയാം, വശങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമുക്ക് ആ വശത്തിൻ്റെ നിറം മാറ്റാം. അപ്പം കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്തു, അടുത്ത വശം സെലക്ട് ചെയ്തു, വേറൊരു നിറം കൊടുത്തു. കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്തു, വേറൊരു വശം സെലക്ട് ചെയ്തു, വേറൊരു നിറം കൊടുത്തു, കണ്ടല്ലേ? ഇതല്ലാതെ തന്നെ ലെയർ ചെന്നിട്ട് ലെയർ ആൻഡ് ഒബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ പാത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്, കണ്ടല്ലേ? അപ്പോൾ ഓർക്കുക, ഈ എല്ലാ പാത്തുകളും ചേർന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ മാറ്റം വരുന്നത് സാധാരണ ഇത് നമ്മൾ സെലക്ടർ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാന്നേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് നമുക്ക് 3D ഫോമിൽ തന്നെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ 3D-Box ടൂൾ തന്നെ ഉപയോഗിക്കേണ്ടതാണ്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അതനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ 3D-Boxുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്പൈറൽ ടൂളാണ്. സ്പൈറൽ ടൂള് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ വരച്ച നമ്മുടെ ബോക്സ് കളയേണ്ടതായിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് എ പ്രസ് ചെയ്യുക, അപ്പോൾ ആ ബോക്സ് സെലക്ട് ആവും. ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സ് മാത്രമല്ല നമ്മൾ എന്തെല്ലാം വെച്ചിട്ടുണ്ടോ അതെല്ലാം സെലക്ട് ആവുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തു, നമ്മുടെ എല്ലാം പോയി. ഇനി നമുക്ക് സ്പൈറൽ ടൂളിലേക്ക് വരാം. 3D-Box ടൂളിൻ്റെ താഴെയായിട്ടാണ് സ്പൈറൽ ടൂൾ വരുന്നത്. അതെടുക്കുക. ശേഷം ക്യാൻവാസിലേക്ക് വരിക. നമ്മുടെ മൗസിൻ്റെ കഴ്സർ മാറിയത് കാണാൻ പറ്റും. ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു സ്പൈറലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സർപ്പിളാകൃതി എന്ന് വേണേൽ പറയാം. ഓക്കെ, എന്നിട്ട് മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൗസ് നീക്കുക. നമ്മുടെ സർപ്പിൾ ആകൃതി വരുന്നതായിരിക്കും, സർപ്പിള ആകൃതി. ഓക്കെ, അങ്ങനെയാണ് തോന്നുന്നു മലയാളത്തിൽ, അല്ലെങ്കിൽ ചുഴി എന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സർപ്പിൾ ആകൃതി. ഓക്കെ, കണ്ടില്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ സർപ്പിൾ ആകൃതി ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തതിന് മുമ്പ് ഇടയ്ക്ക് വെച്ചൊരു കട്ടിങ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സർപ്പിൾ ആകൃതി വ്യത്യാസം വന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ആയിരിക്കും സർപ്പിൾ ആകൃതി ഇരിക്കുക. ഇതായിരിക്കും ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടേത് കുറച്ച് വ്യത്യസ്തമായിരിക്കും, പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അത് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ വരുന്നതായിരിക്കും. ഈ സർപ്പിൾ ആകൃതിക്കകത്ത് 2 ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് സർപ്പിൾ ആകൃതി എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഒന്ന് ഔട്ടർ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് മൗസ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർപ്പിൾ ആകൃതി ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, കണ്ടല്ലേ? അതേപോലെ തന്നെ അകത്തുള്ള ഹാൻഡിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർപ്പിൾ ആകൃതി അതനുസരിച്ച് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് സെൻറ്റർ വരെയാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 0 ഇതിൻ്റെ മാക്സിമം വാല്യൂ. ഇതിൻ്റെ വാല്യൂ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നർ റേഡിയസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 999 അല്ല, 0.999. അതാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. അതായത് ഇത് തിരിച്ച് കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഇതിൻ്റെ ഔട്ടറായിട്ടുള്ള ആ ഒരു ഹാൻഡിൽ എത്തത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ, വലിയതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ആദ്യമുള്ളത് ടേൺസ് ആണ്. എത്ര ടേൺസ് വേണമെന്നാണ്. ടേൺസ് കൂട്ടുന്നതനുസരിച്ച് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടിക്കൊണ്ടിരിക്കുന്ന ടേൺസ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. മലയാളത്തിൽ ടേൺസ് എന്ന് പറയുമ്പോൾ ഒരു ചുരുളിൻ്റെ എണ്ണം കൂടിയായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ? ചുരുളിൻ്റെ എണ്ണം കൂടി വരുന്ന കാണാൻ പറ്റും, കണ്ടില്ലേ? ഓക്കെ, ഇതിനും കുറയ്ക്കാം. ഓക്കെ, കുറച്ചു. പിന്നെയുള്ളത് ഡൈവർജൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഈ ഡൈവർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാല്യൂ കൂട്ടുകയാണെങ്കിൽ ഈ ടേൺസ് കൂടുതൽ സെൻറ്ററിനോട് ചേർന്നതായിരിക്കും. അതേസമയം
ഈ ഡൈവർജൻസ് കുറയ്ക്കുകയാണെങ്കിൽ അത് കൂടുതൽ സെൻറ്ററിൽ നിന്നും അകന്നകന്ന് പോകുന്നതായിരിക്കും, കണ്ടല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ ഒരു എന്താണ് സർപ്പിളാകൃതിക്ക് വ്യത്യാസം വരുന്ന കാണാൻ, കണ്ടില്ലേ. 2 ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടില്ലേ, ഔട്ടറിലോട്ട് ചെല്ലുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, സെൻറ്ററിലോട്ട് ചെല്ലുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ് കൂടി വരികയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരുപോലെയാണെന്ന് പറയാം. എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റത്തില്ല എങ്കിലും എങ്ങനെയായാലും ഞാൻ അത്ര വലിയ മാത്തമാറ്റീഷ്യൻ ഒന്നും അല്ല എങ്കിലും. അപ്പോൾ ഡൈവർജൻസ് 1 വരുന്നതെങ്കിൽ ഏകദേശം ആർക്കിമീഡിയൻ സ്പൈറലായിരിക്കും നമുക്ക് വരുന്നത്. അതായത് ആർക്കിമീഡിയൻ സർപ്പിളം ആയിരിക്കും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഇതൊന്നും പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ശരിയായില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക, അപ്പം റീസെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ സർപ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളർ മാറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ കളർ മാറ്റാനായിട്ട് ഇപ്പോൾ എത്രേ ഉള്ളൂ, ഇതിപ്പോൾ സ്ട്രോക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്ട്രോക്ക് സൈസാണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രോക്ക് സൈസല്ല സ്ട്രോക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോക്ക് ഇപ്പോൾ മാറ്റാൻ എന്താ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് താഴെ കളർ പാലറ്റ് സെലക്ട് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കളറ് സ്ട്രോക്ക് ആകുന്നതായിരിക്കും. അതല്ലാതെ തന്നെ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്ത ശേഷം അവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്, കണ്ടില്ലേ. ഇനി ഈ സ്ട്രോക്കിൻ്റെ സൈസ് വളരെ കുറവാണല്ലേ, അത് നമുക്ക് കൂട്ടാം. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലസ് ചിഹ്നത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോക്കിൻ്റെ സൈസ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും, കണ്ടല്ലേ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ഈ തുടക്കം കണ്ടില്ലേ, ഇവിടെ നിന്നാണല്ലോ തുടങ്ങുന്നുണ്ടെങ്കിൽ തുടക്കമല്ല, സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എവിടെ നിന്ന് തുടങ്ങിയാലും എന്താ ശരി, ഈ ഒരു എഡ്ജ് കണ്ടില്ലേ, ഇത് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കാൻ പറ്റും. അതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാപ്പിനകത്ത് സെൻറ്ററിലൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് റൗണ്ട് ക്യാപ്പ് എന്ന്, അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് നല്ല റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും, കണ്ടില്ലേ. ഇതിൻ്റെയും നമുക്ക് കൊടുക്കാം, ഇതിൻ്റെയും കൂട്ടാം, ക്യാപ്പ് റൗണ്ടാക്കാം, കണ്ടില്ലേ. നല്ല കിഡ്മൻ എന്താണ് പറയുന്നത് സർപ്പിളാകൃതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് സ്പൈറൽ ടൂളുമായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ്. പിന്നീട് ഒരു കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ അതെനിക്കൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനലിനകത്ത് പുതിയതായിട്ട് വന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.